9 മക്കളാണ് RJD സ്ഥാപകൻ ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവി ദമ്പതികൾക്ക്. 7 പെൺമക്കളും 2 ആൺമക്കളും. ഇതിൽ 4 പേർ രാഷ്ട്രീയത്തിൽ സജീവമാണ്. മൂത്ത മകൾ മിസ ഭാരതി, മറ്റൊരു മകൾ രോഹിണി ആചാര്യ, പിന്നെ ആൺമക്കളായ തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും. മിസ പാർലമെന്റ് അംഗമെങ്കിൽ തേജസ്വിയും തേജ് പ്രതാപും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തേജ് പ്രതാപിനേക്കാൾ ഇളയവനെങ്കിലും ലാലു തൻ്റെ പിൻഗാമിയായി കാണുന്നത് തേജസ്വിയെയാണ്. 2015 നിതീഷിനൊപ്പം ചേർന്ന് മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലാലു തേജസ്വിയെ ഉപമുഖ്യമന്ത്രിയാക്കി. അങ്ങനെ 26-ാം വയസ്സിൽ തേജസ്വി ഉപമുഖ്യമന്ത്രിയായി. തേജ് പ്രതാപിനെ MLA-യും മന്ത്രിയുമൊക്കെ ആക്കിയെങ്കിലും ലാലു കുടുംബത്തിന് പലപ്പോഴും അയാൾ തലവേദനയായി. ശിവന്റെയും കൃഷ്ണന്റെയും വേഷത്തിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന തേജ് പ്രതാപ് മാധ്യമപ്രവർത്തകനെ അംഗരക്ഷകർ കയ്യേറ്റം ചെയ്തത്, ഹോളി ആഘോഷത്തിന് ഡാൻസ് കളിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ സുരക്ഷാ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത്, അങ്ങനെ പല വിവാദങ്ങളിലൂടെ തേജ് പ്രതാപ് കടന്നുപോയി. ഇന്നിപ്പോൾ തേജ് പ്രതാപ് RJDയിൽ ഇല്ലെന്ന് മാത്രമല്ല, വീട്ടിൽ നിന്നും പുറത്താണ്. എല്ലാത്തിലേക്കും നയിച്ചത് തേജ് പ്രതാപിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കഴിഞ്ഞ മെയ് 24-ന് അനുഷ്ക യാദവ് എന്ന യുവതിക്കൊപ്പമുള്ള ചിത്രം തേജ് പ്രതാപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. 12 വർഷമായി പ്രണയത്തിലാണെന്നും വളരെ കാലമായി ഇക്കാര്യം പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെന്നുള്ള വരികളും കുറിച്ചു. പോസ്റ്റ് പിൻവലിച്ച് തൻ്റെ FB ഹാക്ക് ചെയ്തതാണെന്ന് തേജ് പ്രതാപ് വിശദീകരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തൊട്ടടുത്ത ദിവസം തന്നെ തേജ് പ്രതാപിനെ ലാലു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിരുത്തരവാദ പെരുമാറ്റമെന്നും കുടുംബ മൂല്യങ്ങൾക്കെതിരെന്നുമായിരുന്നു പാർട്ടി നടപടിയെക്കുറിച്ച് ലാലുവിൻ്റെ പ്രതികരണം. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല തേജ് പ്രതാപിനെതിരായ നടപടിക്ക് കാരണം. RJD നേതാവായിരുന്ന ചന്ദ്രിക റായിയുടെ മകൾ ഐശ്വര്യ റായിയാണ് തേജ് പ്രതാപ് വിവാഹം ചെയ്തിരുന്നത്. 2018-ലായിരുന്നു വിവാഹം. പക്ഷെ ആ ബന്ധം അതേകാലം നീണ്ടില്ല. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ചന്ദ്രിക റായി RJD വിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDU സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. വിവാഹമോചന കേസിൽ കോടതി നടപടികൾ തുടരുന്നതിനിടെയാണ് തേജ് പ്രതാപും അനുഷ്കയുമായുള്ള ബന്ധം പരസ്യമായത്. RJDയിൽ നിന്ന് പുറത്തായ തേജ് പ്രതാപ് പുതിയ പാർട്ടി രൂപീകരിച്ചു, ജനശക്തി ജനതാദൾ. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സജീവമായുണ്ട് തേജ് പ്രതാപും ജനശക്തി ജനതാദളും. ഇനി RJDയിലേക്ക് മടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നും തേജസ്വിയുമായി ബന്ധം പൂർണ്ണമായി അവസാനിച്ചുവെന്നുമുള്ള കടുത്ത നിലപാടും ഇതിനോടകം തേജ് പ്രതാപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രചാരണത്തിനിടെ തേജസ്വിയും തേജ് പ്രതാപും നേർക്കുനേർ വന്നെങ്കിലും ഇരുവരും മുഖം കൊടുത്തില്ല. തെരഞ്ഞെടുപ്പ് റാലിക്കിടെ RJDയുടെ ഷോൾ അണിഞ്ഞെത്തിയ പ്രവർത്തകനെ കണ്ടപ്പോൾ വഞ്ചകന്മാരുടെ അനുയായി എന്നാണ് തേജ് പ്രതാപ് വിശേഷിപ്പിച്ചത്. महुआ चले गए हमारे क्षेत्र में, तो हम क्या किया कि कल राघोपुर में हेलीकॉप्टर उतार दिया और आज उतारेंगे। सब जगह क्या कहे कि पार्टी सब कुछ होता है, हम कहें कि मनेर का जनता सब कुछ होता है। जनता है तभी पार्टी है, जनता नहीं तो पार्टी का कोई वजूद नहीं। इसलिए जनता सर्वोपरि है, जनता मालिक है। हम अपने मालिकों के बीच में आए। हमारे पिता ने कहा कि जब भी हताश हो, जब भी परेशान हो, अपने मालिकों के बीच में चले जाना, आशीर्वाद लेना। इसीलिए हम आप लोग को इनको शंकर जी को जिताना है कि नहीं जिताना है? जिताना है। और महुआ के सभी नौजवान को रोजगार, एगो क्रिकेट का स्टेडियम भी बनाने का काम किया जाएगा. ലാലു ആകട്ടെ തൻ്റെ അനുയായിയായിരുന്ന ചന്ദ്രിക റായുമുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യ പടിയായി സാരൻ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ചന്ദ്രിക റായിയുടെ മറ്റൊരു മകൾ കരിഷ്മയ്ക്ക് സീറ്റ് നൽകി. പാർസ ആദ്യഘട്ടത്തിൽ വിധിയെഴുതി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ശേഷമുള്ള സഖ്യ സാധ്യതകൾ തേജ് പ്രതാപ് തുറന്നു വയ്ക്കുകയാണ്. അത് ലാലു കുടുംബത്തിനുള്ള സന്ദേശമെന്ന് വ്യക്തം. ഇതിനിടെ BJP MP രവികൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയും തേജ് പ്രതാപിനെ രവികൃഷ്ണൻ പുകഴ്ത്തിയതും ചർച്ചകൾക്ക് വഴിവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികളുടെ തോൽവി ഉറപ്പാക്കിയതുപോലെ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാനായില്ലെങ്കിലും RJDയെ തോൽപ്പിക്കാൻ തേജ് പ്രതാപിന് കഴിയുമോ എന്നാണ് ബീഹാർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.